So, very good morning, dear students. So, last class we are revising module 4 topics, right? So, they have one more topic is there, that is concurrent engineering. Concurrent engineering. What are the topics? Fourth module topics we have discussed. First topic is project-based learning and problem-based learning. Then second topic is modular design. What is meant by modular design? Arbit, what is meant by modular design? Anyone? What is meant by modular design? Design, theory and practice divides a system into small Smaller parts. parts. Good. The main system is divided into small parts. That is called modular. Modules. Okay. The modular design is modularity in design is a design theory and practice that subdivides a system into smaller parts called module, which can be independently created, modified, replaced, or exchanged between different. Okay. Then they have applications of biomimicry, aesthetics, and ergonomics, right? So, what is meant by aesthetics? What is meant by aesthetics? Aesthetics എന്ന് വെച്ചാൽ എന്താ? Aesthetic design എന്ന് വെച്ചാൽ എന്താണ്? Anyone? Beauty base ചെയ്തിട്ടല്ലേ? Focus on look. Good. Okay, we are only focus on beauty of the product. Okay, then biomimicry means what? മോസ്റ്റ് ആയിട്ട് ഫോർത്ത് മോഡ്യൂളിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതിലായിരിക്കും. ബയോമിമിക്കറി ആർ അസത്തറ്റിക്സ് ഓർ എർഗണോമിക്സ് ആയിരിക്കും. ബയോമിമിക്കറി എന്ന് വെച്ചാൽ എന്താണ്? നേച്ചുറൽ ഇൻസ്പയർഡ് ഡിസൈൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിസൈൻ വരയ്ക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നേച്ചുറൽ ഇൻട്രസ്റ്റ്. സപ്പോസ് അവർ ക്വസ്റ്റ്യനിൽ ചോദിക്കും വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം. ഓക്കെ, ബസ് സ്റ്റാപ്പിൻ്റെ കാര്യം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടിരിക്കണം. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾ പറയണം ഏത് മോഡൽ, ഏത് നേച്ചർ ഡിസൈനാണ് നിങ്ങൾ ഇൻട്രാക്ട് ആയതെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ എയർക്രാഫ്റ്റിന് നമ്മൾ ബാറ്റ്സ് എക്സാമ്പിൾ പറയണത് പോലെ, ഇപ്പം നിങ്ങൾ ബസ് സ്റ്റാപ്പിന് കുറേ പേര് ട്രീ ടൈപ്പ് അങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ നിങ്ങൾ ആ നേച്ചർ തിങ് ഏതാണ് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്തതെന്നുള്ള ഇതുകൂടി എന്ത് ചെയ്യണം? നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതി കൊടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ ഫൈനൽ വൺ എന്താണ്? എർഗണോമിക്സ്, റൈറ്റ്? എർഗണോമിക്സ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? യൂസർ ഫ്രണ്ട്ലി. ഓക്കെ, user friendly product. That's all. Then വാല്യൂ എഞ്ചിനീയറിംഗ്. സോ വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിന് ക്യാഷ് അസൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, സോ വാല്യൂ എഞ്ചിനീയറിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് ഓർഗനൈസ്ഡ് അപ്രോച്ച് ടു പ്രൊവൈഡിംഗ് നെസസറി ഫങ്ഷൻ ഓൺ എ പ്രൊജക്ട് ഇൻ അറ്റ് ലോ കോസ്റ്റ്. So value engineering purports the substitution of materials and methods with less expensive alternatives without sacrificing the functionality. So value engineering എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു പ്രോബ്ലം എടുത്ത് ഡിസൈൻ ചെയ്ത ശേഷം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എമൗണ്ട് ഫിക്സ് ചെയ്യണം, റൈറ്റ്? സോ എമൗണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ എമൗണ്ട് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിലുള്ള മെറ്റീരിയൽസിൽ എന്ത് വേണമെങ്കിലും ചേഞ്ചസ് ചെയ്യാം. ബട്ട് നമ്മൾ അതിൻ്റെ ഫങ്ഷനാലിറ്റീസിൽ എന്ത് ചെയ്യരുത്? ചേഞ്ചസ് ചെയ്യാൻ നിൽക്കരുത്. Okay, it is focusedly solely on functions of various components and materials rather than physical attributes. Value engineering is also called as value analysis. Okay, then value engineering is the review of new or existing product during the design phase or reduce the cost and increase the functionality to increase the value of product. Then value of an item is defined as the most cost-effective way of producing an item without taking away from its purpose. Therefore, reducing cost is expensive of quality and simply cost-cutting strategy. We need to discuss today class. We are going to discussing concurrent engineering. So concurrent engineering nothing. So if for example ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനോ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ,
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കോളേജ് എടുത്തു കഴിഞ്ഞാൽ കോളേജിൽ എന്തുണ്ടാവും, കുറേ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലേ. എന്താണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, CSE ഡിപ്പാർട്ട്മെന്റ് ഒക്കെ. അപ്പോൾ ഇവിടെയുള്ള സ്റ്റാഫ് എന്ത് ചെയ്തിട്ടുണ്ടാവും, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലും ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കും, വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിലും ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, കൺകറന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറേ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ആ ഡിപ്പാർട്ട്മെന്റ്സിൽ നമ്മൾ വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ്സിൽ കൺകറന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ പോയാൽ ഡെവലപ്മെന്റ് ടീമിലും ഉണ്ടാവും, എഗെയിൻ ടെസ്റ്റിംഗ് ടീമിലും ഉണ്ടാവും, സപ്പോസ് എന്താണ് ക്വാളിറ്റി ചെക്കിങ്ങിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റോൾ അസൈൻ ചെയ്തത് ഇതിലാണ്, കോഡ് എഴുതുന്നതിലാണ്, ഡെവലപ്പിംഗ് സെക്ഷനിലാണ് നിങ്ങളുടെ ജോബ്. ബട്ട് നിങ്ങൾ വേറെ വേറെ സെക്ഷനിലുള്ള ജോബ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് എ കൺകറന്റ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ഷോർട്ടായിട്ട് ഓർത്ത് വെക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചോ. Concurrent engineering is a method of designing and developing engineering products in which different departments work on different stages. Different departments work on different stages of engineering product development simultaneously. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്താണ് കോഡിങ്ങും എഴുതും, സെയിം ടൈം അതിനെന്താണ് ടെസ്റ്റിങ്ങും ചെയ്യുന്നുണ്ട്. ടെസ്റ്റിംഗ് ചെയ്യണതിൽ എന്താണ് എഗെയിൻ ടെസ്റ്റിങ്ങും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താ ചെയ്യണത് നിങ്ങൾ, അതിൻ്റെ കൂട്ടത്തിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്താണ് സെയിം, നിങ്ങളുടെ ജോബ് അസൈൻ ചെയ്തിട്ടുള്ളത് കോഡിംഗ് സെക്ഷനിലാണ്. ബട്ട് നിങ്ങൾ കോഡിങ് എഴുതുന്നുണ്ട്, ടെസ്റ്റിംഗ് നോക്കുന്നുണ്ട്, സെയിം ടൈം നിങ്ങൾ എവിടെ നോക്കുന്നുണ്ട്, സെയിം ടൈം നിങ്ങൾ മാർക്കറ്റിംഗ് നോക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ കൺകറന്റ് എഞ്ചിനീയറിംഗ്. സോ കൺകറന്റ് എഞ്ചിനീയറിംഗ് ഇസ് എ മെത്തഡ് ഓഫ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ് എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സ് ഇൻ വിച്ച് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ദിസ് ലൈൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇൻ വിച്ച് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് വർക്ക് ഓൺ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സൈമൾട്ടേനിയസ്ലി. ഓക്കെ, ഇഫ് മാനേജ്ഡ് വെൽ, നമ്മൾ കൺകറന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ എന്തൊക്കെയാണ് സംഭവിക്കുക ഓർഗനൈസേഷനിൽ, ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് എ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്, considerably reducing the time and contributing to the reduction of the overall development cost while improving the final product quality. ഓക്കെ, എന്തൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യാം, ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്, കൺസിഡറബിളി റെഡ്യൂസിങ് ദ ടൈം. ഓക്കെ, ഒരു ആൾക്കാർ തന്നെ മൾട്ടിപ്പിൾ ഇതിൽ പണി ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ദ റിഡക്ഷൻ ഓഫ് an overall development cost, then while improving the final product quality. They have a these are, for example, in one organization they have a different departments are there. One is management department and operation and support, production, product design, then sales and marketing, production, manufacture, and finance, legal. Okay, so the finance, legal, and operation teams are working simultaneously. Okay, then finance and legal and product design also work simultaneously. Then production and production design ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മിങ്കിളായാണ് ജോലി ചെയ്യണത്. ഓക്കെ, ഇവിടെ മാനേജ്മെന്റിൽ ജോലി ചെയ്യുന്ന ആൾ തന്നെ എവിടെയും ജോലി ചെയ്തിട്ടുണ്ടാവും, വർക്ക് ചെയ്യുന്നുണ്ടാവും, സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഫിനാൻസിൽ വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ് ഓപ്പറേഷൻ ആൻഡ് സപ്പോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് പ്രൊഡക്ഷൻ ഡിസൈനിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്. What are the elements of concurrent engineering? There are process. Then the concurrent engineering presents an environment which encourages and improves the interaction of different discipline and departments towards a single goal for satisfying engineering product requirements. We know that concurrent engineering presents an environment which encourages and improves the interaction of different disciplines. ഈ എക്സാമ്പിൾ കണ്ടാൽ അറിയാം, ദീസ് ബോത്ത് ആർ എന്താണ് ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ് ആണ്, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. പക്ഷെ അവിടെ പോയി അവർ എന്ത് ചെയ്യുന്നുണ്ട്, പണിയെടുക്കണതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരൊക്കെ വർക്ക് ചെയ്യണത് എന്താണ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്, ബട്ട് അവരുടെ ഗോൾ എന്താണ്, സിംഗിൾ ഗോൾ ആണ്. ഓക്കെ, disciplines and departments towards a single goal of satisfying engineering product design. Then first one, people. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങളാണ് ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുകയാണ് കൺകറന്റ് എഞ്ചിനീയറിംഗ് മെത്തേഡിലാണ് നിങ്ങളുടെ കമ്പനി റൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കണം നിങ്ങൾ എംപ്ലോയീസ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, എഫക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പീപ്പിൾ, എങ്ങനെയുള്ള പീപ്പിളെ നമ്മൾ സെലക്ട് ചെയ്യണം. ആ സർ, അത് അഖിൽക്കേനെ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്താ എറർ പറഞ്ഞേ? അതിങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, പറ്റുന്നില്ല, ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരാൾ ഇൻവിറ്റേഷൻ അയച്ചു കൊടുത്ത് നോക്കോ, ഓക്കെ, വാട്സപ്പിൽ. ഓക്കെ.
ഇല്ലെങ്കിൽ അങ്ങനെയും കയറാൻ പറ്റിയില്ലെങ്കിൽ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് കയറാൻ നോക്കാൻ പറയണേ. സർ റീസ്റ്റാർട്ട് ആക്കിനായിരുന്നു ഇപ്പോൾ, പക്ഷെ പറ്റുന്നില്ല എന്നാ പറഞ്ഞത്. ആണോ? ആ മീറ്റിന് പ്രശ്നം തോന്നുന്നു, അതിലേക്ക് പറ്റുന്നില്ല കയറാൻ. ഓക്കെ, ഇവിടെ ഒരു ചേഞ്ചസ് ഇല്ല. സെയിം ലോഗിൻ ഐ ഡി ഒക്കെ അല്ലേ? ആ ഓക്കെ, അവനടുത്ത് ഒന്ന് മീറ്റ് അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാൻ പറയാം. അൺഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ. റീസ്റ്റാർട്ട് ചെയ്ത ശേഷം വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. ആ ഓക്കെ പറയാം. അങ്ങനെ ഒന്ന് പറയണേ. ഓക്കെ. ആ So then people, okay, we know that in concurrent engineering there have three things. One is people, process and technology. Okay. Then are crucial to any organization and essential in implementing concurrent engineering to achieve shorter development time, lower cost, improved product quality and fulfill customer needs. അപ്പോൾ നിങ്ങൾ പീപ്പിൾ സെലക്ട് ചെയ്യണ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ എംപ്ലോയീസ് സെലക്ട് ചെയ്യാൻ പോവാണ്. സോ നിങ്ങളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടുണ്ട്, നമ്മൾ അവിടെ കൺകറന്റ് എഞ്ചിനീയറിംഗ് ആണ് സെലക്ട് ചെയ്യാൻ പോകണമെന്നുള്ളത്. ഓക്കെ, ആ ഐഡിയോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ അതിന്റെ ബേസിലായിരിക്കണം നിങ്ങൾ പീപ്പിൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ ഉള്ള പീപ്പിൾ എങ്ങനെയായിരിക്കണം? Concurrent product development is a multidisciplinary team task, and it's necessary that companies utilize right skilled personnel at the right time to accelerate product development. It is also necessary to find people with right skill and experience along with following key aspects. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അവിടെ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, രണ്ട് ജോലി ചെയ്യേണ്ടി വരും, അല്ലെ രണ്ട് ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യേണ്ടി വരും, വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പീപ്പിൾസിലായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അയാൾക്ക് എങ്ങനെ ആയിരിക്കണം, റൈറ്റ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് അലാങ് വിത്ത് ഫോളോയിങ് കീ ആസ്പെക്ട്സ്. ടീം വർക്കിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം. ടീം വർക്ക് കൾച്ചർ അറ്റ് ദ കോർ ഓഫ് പ്രോഗ്രാം. സം പീപ്പിൾസ് പറയാനും സാധ്യത ഉണ്ടാവും, എന്താണ് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഇതാണ്, സോ ഞാൻ വേറെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യൂല എന്ന് പറയാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ്, ടീം വർക്കിൽ ജോലി ചെയ്യുന്ന മെന്റാലിറ്റി ഉള്ള ആൾക്കാരെ വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. വേറെ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ ബിറ്റ്വീൻ ടീംസ്, ഷെയറിംഗ് ഇറലവൻറ്റ് ആൻഡ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ അക്രോസ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് പേഴ്സണൽ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. നിങ്ങളപ്പോൾ പീപ്പിൾസ് എടുക്കുമ്പോൾ പീപ്പിൾ എന്തായിരിക്കണം, റൈറ്റ് സ്കിൽ ആയിരിക്കണം, എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ ആയിരിക്കണം. അഗൈൻ ടീം വർക്ക് കൾച്ചറിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം. ഓക്കെ, ടീം വർക്ക് കൾച്ചർ ആൻഡ് ദ കോർ ഓഫ് ദ പ്രോഗ്രാം. Good communication and collaboration between the teams, sharing relevant and up-to-date information across the departments and personnel. Second one is process. പ്രോസസ്സിന് വേറെ ഒന്നല്ല, നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്. സോ അതിൻ്റെ കണ്ടിന്യൂസ് സീരീസ് ഓഫ് പ്രോസസ്സാണ്. ഓക്കെ, പ്രോസസ് ഈസ് എ സീരീസ് ഓഫ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സ്റ്റെപ്പ് ദാറ്റ് നീഡ് ടു ഹാപ്പൻ അച്ചീവ് എ ഗോൾ. ഓക്കെ, അച്ചീവ് ദ ഗോൾ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ടതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫൈനൽ ഗോൾ എന്താണ്, ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സീരീസ് ഓഫ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രോസസ്സ് എന്ന് പറയാം. ഓക്കെ, പ്രോസസ് ഈസ് എ സീരീസ് ഓഫ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സ്റ്റെപ്സ് ദാറ്റ് നീഡ് ടു ഹാപ്പൻ ടു അച്ചീവ് എ ഗോൾ. These can be project planning stages, milestone management, problem solving methodologies, product development key stages, information sharing workflow, etc. People are ineffective without process in place to support their task and decisions. Okay. Then final one is technology. Technology എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ എന്താണ്, സ്കില്ല് എക്സ്പീരിയൻസ് ഉള്ള പീപ്പിൾ എടുക്കണം. എഗൈൻ എന്താണ്, അയാൾ ടീം വർക്കിൽ വർക്ക് ചെയ്യേണ്ട എന്താണ്, വർക്ക് ചെയ്യേണ്ടുള്ള മൈൻഡ് സെറ്റിലുള്ള പീപ്പിൾ ആയിരിക്കണം. അങ്ങനെയുള്ള പീപ്പിൾസിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ദെൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോസസ് ഓഫ് സീരീസ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആണ്, സീരീസ് ഓഫ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ദെൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള സാധനങ്ങളായിരിക്കണം അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു കമ്പനി വെച്ച് കഴിഞ്ഞാൽ കൺകറന്റ് ആണ്. കൺകറന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഒരു പീപ്പിൾ രണ്ട് സ്ഥലത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, എപ്പോഴും ലേറ്റസ്റ്റ് ടെക്നോളജി അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. Okay, the concurrent engineering to be successful, the effective introduce tools of techniques and technologies to aid a smooth of integration of peoples and processes are vital. Following key aspects should be considered before any implementation. Identifying the correct tools and technologies that suit the company size, number of team members, process implemented and product rate. Identify the training needs and training people to use tools and technologies identified above. Okay, അപ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ്, പീപ്പിൾ റൈറ്റ് സ്കിൽഡ് പേഴ്സൺ ആയിട്ട് നോക്കണം. ദെൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നോർമൽ
എന്താണ് പ്രോസസ് ഓഫ് വർക്കാണ്. ഓക്കെ, നമ്മൾ വർക്കിനെ നമ്മൾ എങ്ങനെ ചെയ്യണമെന്നുള്ള പ്രോസസ്സാണ്. ദെൻ നെക്സ്റ്റ് ഉള്ളത് ടെക്നോളജി. സോ അപ്പോൾ കമ്പനിയിൽ എന്താണ് നമുക്കറിയാം, പീപ്പിൾസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, മൾട്ടിപ്പിൾ ഡിസിപ്ലിനറി വർക്ക് ചെയ്യുന്ന പീപ്പിൾസ് ആണ്. സോ അവർക്ക് ലേറ്റസ്റ്റ് ആയിട്ട് എന്തൊക്കെ ടെക്നോളജീസ് അവൈലബിൾ ആണോ ആ ടെക്നോളജീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അഗൈൻ ട്രെയിനിങ് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കണം, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ഐഡന്റിഫൈ ദ ട്രെയിനിങ് നീഡ്സ് ആൻഡ് ട്രെയിനിങ് പീപ്പിൾ ടു യൂസ് ദ ടൂൾസ് ആൻഡ് ടെക്നോളജീസ് ഐഡന്റിഫൈഡ്. ദെൻ ഓൾറെഡി റിവേഴ്സ് എഞ്ചിനീയറിംഗ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഈസ് ദ ഡിസൈൻ പ്രോസസ് ഇൻ വിച്ച് എന്താണ് ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തതാണ്. ആ പ്രൊഡക്റ്റിലുള്ള പാർട്സിനെ മാത്രം എടുത്ത് എന്ത് ചെയ്യാണ്, നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുക. റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഈസ് ദ ഡിസൈൻ പ്രോസസ് ഇൻ വിച്ച് പ്രൊഡക്റ്റ് ഈസ് അനലൈസ്ഡ് ആർ റീക്രിയേറ്റഡ് യൂസിങ് എ ഫിസിക്കൽ പാർട്ട് as a starting point. So during the design process for new product, modeling can be used in order to test and evaluate, validate the conceptual design. This process is usually iterative and requires several modifications to the original design. For that reason, reverse engineering can become a valuable solution for extracting the original product design. Okay. So ഇതാണ് ഫോർത്ത് മോഡ്യൂൾ വരെ ഉള്ളത്. ഏതോ ഒരാളുടെ മൈക്ക് ഓൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ. അപ്പോൾ 4 മോഡ്യൂൾ വരെ റിവൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്താ ചെയ്തത്, നമ്മൾ ഇന്നും ഒരു പ്രാവശ്യം പഠിപ്പിക്കാനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു 5th മോഡ്യൂളുള്ളതാണ് റിവൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്നും റിവിഷൻസ് ക്ലാസ് വരും, ആ ടൈമിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 2 ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ എന്ത് ചെയ്യണം, നിങ്ങൾ വരച്ച് കാണിക്കണം. ഓക്കെ, ഫസ്റ്റ് ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ ഈ ഡിസൈനാണ്. ഷോ ദ ഡിസൈനിങ് എ ലാപ്ടോപ്പ് സ്റ്റാൻഡ് ഗോയിങ് ത്രൂ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഡിസൈൻ പ്രോസസ്. യൂസ് ഹാൻഡ് സ്കെച്ച് സ്കെച്ചസ് ഇൽസ്ട്രേറ്റ് ദ പ്രോസസ്. ലാപ്ടോപ്പ് സ്റ്റാൻഡിന് കണ്ടിട്ടുണ്ടോ? ലാപ്ടോപ്പ് സ്റ്റാൻഡ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സാമ്പിൾ ലാപ്ടോപ്പ് ഡിസ് നോർമൽ ടേബിൾ പോലെല്ലാം ഉണ്ടാവുക, നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇതൊക്കെ ലാപ്ടോപ്പ് സ്റ്റാൻഡ്സ് ടൈപ്പാണ്. ഓക്കെ ഓക്കെ, നിങ്ങളുടെ മോഡലിൽ എന്ത് ചെയ്യാം, ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡ് ഡിസൈൻ ചെയ്യണം. ക്വസ്റ്റ്യൻ മനസ്സിലായ? ഷോ ദി ഡിസൈനിങ് ഓഫ് എ ലാപ്ടോപ്പ് സ്റ്റാൻഡ് going through the various stages of design process. Use hand sketcher to illustrate the process. ആ ടൈമിൽ ഞാൻ അറ്റൻഡൻസ് എടുക്കാം. ഡിസൈൻ ഒന്ന് വരയ്ക്ക്, എല്ലാ ആൾക്കാരും ഡിസൈൻ കാണിക്കണം. ഓക്കെ, ഡിസൈൻ വരയ്ക്കുമ്പോൾ എന്തൊക്കെ എഴുതണം? ഫസ്റ്റ് എയിം എഴുതണം, ദെൻ എന്തൊക്കെ എഴുതണം? ഡിസൈൻ ഫങ്ഷൻ എഴുതണം, ദെൻ ഡിസൈൻ കൺസ്ട്രെയിൻസ്, ദെൻ മോഡിഫൈഡ് ഡിസൈൻ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഫസ്റ്റ് ഡിസൈൻ വരച്ച് കാണിച്ചോ. ഡിസൈൻ വരയ്ക്കുമ്പോൾ മെയിനായിട്ട് എന്ത് ചെയ്യണം? പാർട്സ് ക്ലിയർ ആയിട്ട് എഴുതി കാണിക്കണം കേട്ടോ സ്കെച്ചിൽ. ഞാൻ അറ്റൻഡൻസ് എടുക്കാം. ആശിഷ്, അഭിനവ്, അഭിഷേക്, ആദിത്യ. അഭിഷേക് ഉണ്ടോ? അഭിഷേക് കണ്ടായിരുന്നല്ലോ. ഐശ്വര്യ, ആദിത്യ, ഐശ്വര്യ, അഖിൽ സി വി, അഖിൽ കെ, ഓക്കെ, അമൽ സുരേന്ദ്രൻ, ആമിന മൽക്കിയ, ആമിന മൽക്കിയ,
അനിരുദ്ധ്, അനീന, ഓക്കെ. അഞ്ജിത, അനുജ, അനുപമ, അരോമൽ, അർബിത്, അരുൺദാസ്, അരുൺദാസ്, അശ്വിൻ, ഫസ്ന, റംഷദ, റംഷദ, ഹിർദുൽ, ഹിർദുൽ, ജരീഷ്, ഖദീജ, ലിഖിത്, ലിയാന, നിതിൻ മോഹൻ, നാസിഫ്, മുഹമ്മദ് റാസി, മിൻഹാജ്, നിഹാൽ, നിഹാൽ, സാലി, സഫീഖ്, സഫീഖ്, നബീൽ നസീർ, നന്ദ എസ് നായർ, നന്ദിത, നിവേദയ, നൂഹ സാലി, പ്രിൻസ്, ഋഷികേഷ്, ഋഷ്വിൻ, ഋത്തിക്, രോഹിത്, സഫീൽ, സങ്കീർത്തന, സാരൻ, സേജൽ, സെബിൻ, ഷബിൻ, ശിഷ്കാജ്, ധനശ്രീ രാജു, തേജ പൊന്നൻ, തുളസി, വൈഷ്ണവി, വിഷ്ണു, വൈഷ്ണവ് പ്രദീപ്, യാദവ്, തുളസി ഉണ്ടോ? തുളസി ഇല്ലല്ലോ. ഓക്കെ, വൈഷ്ണവ് പ്രദീപ്, യാദവ്, അനീഷ്, അമൽ രവീന്ദ്രൻ. ഡിസൈൻ വരച്ച ആൾക്കാരൊന്ന് കാണിക്കോ? 1 by 1 ആയിട്ട് ആരാ കംപ്ലീറ്റ് ചെയ്ത? ലാപ്ടോപ്പ് സ്റ്റാൻഡ് ഫാസ്റ്റായിട്ട് കാണിക്കേ. ഫാസ്റ്റാ കാണിക്കേ. ഡിസൈൻ ആരൊക്കെ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്. ഫാസ്റ്റ്. അഖിൽക്ക് കംപ്ലീറ്റ് ചെയ്താ? അഖിൽക്ക്
സോ ഡു ഫാസ്റ്റ്. സിമ്പിൾ ഡിസൈൻ വരച്ചാൽ മതി. അനൈന നോ. വേറെ ഏതാ? അമൽ രവീന്ദ്രൻ കംപ്ലീറ്റ് ചെയ്താ? അമൽ രവീന്ദ്രൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കൂടി എഴുതി വെച്ചോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ വരച്ചിട്ട് വരണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസൈൻ ഇലക്ട്രിക് കാർ ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് റിക്വയർമെന്റ്സ് ഓഫ് ചാർജിംഗ് സ്റ്റേഷൻ. ഡിസൈൻ ഇലക്ട്രിക് കാർ ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് റിക്വയർമെന്റ്സ് ഓഫ് ചാർജിംഗ് സ്റ്റേഷൻ. നമ്മൾ പെട്രോൾ ബങ്ക് ചെയ്തല്ലേ? സോറി, പെട്രോൾ ബങ്ക് കാർ ഷോറൂം ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? അതുപോലാണ് നമുക്കിവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇലക്ട്രിക് കാർ ചാർജിംഗ് സ്റ്റേഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഇലക്ട്രിക് കാർ ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് ദ റിക്വയർമെന്റ്സ് ഓഫ് ചാർജിംഗ് സ്റ്റേഷൻ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഓക്കെ. അനിരുദ്ധ് കംപ്ലീറ്റ് ചെയ്താ? അനിരുദ്ധ്. നോ. അർബിത്. 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 അർബിത് ഉണ്ടോ ലൈനില്? നോ. നിതിൻ മോഹൻ കംപ്ലീറ്റ് ചെയ്താ? നിതിൻ മോഹൻ, നബീൽ, നന്ദ. സർ ഒരു 2 minutes ഫാസ്റ്റ് 7 minutes ഉള്ളൂ, അതാണ്. നബീൽ. നബീൽ ഡിസൈൻ ചെയ്താ? നന്ദ. ഫാസ്റ്റ് വരയ്ക്കേ. ഡിസൈൻ മാത്രമല്ലേ ചോദിച്ചിട്ടുള്ളൂ? നന്ദിത. നന്ദിത കംപ്ലീറ്റ് ചെയ്താ? ഇല്ല. നിവേദയ. ഇപ്പൊ ഡിസൈൻ തന്ന് 10 minutes ആയല്ലോ. നോഹ, പ്രിൻസ്, റാസി. പ്രിൻസ് കംപ്ലീറ്റ് ചെയ്താ? നോ. യെസ്. ഓക്കെ, പ്രിൻസ് ഡിസൈൻ ഒന്ന് കാണിക്കോ? വൺ സെക്കൻഡ്. കാണിച്ചോ? ഓക്കെ, എന്തൊക്കെയാ ഉള്ളത് അതിൽ? ഫാൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഫാൻ അല്ല, അതിന്റെ ബോട്ടം സൈഡിൽ ഗ്രില്ല് പോലെ വരും. നമ്മൾ ഇത് വെക്കുന്ന സ്ഥലത്ത് ലാപ്ടോപ്പ് വെക്കുന്നത്. പിന്നെ അത് അഡ്ജസ്റ്റബിൾ ആണ്, മേലോട്ടും താഴോട്ടും ആക്കാനായിട്ടുള്ള തന്നെ. ഹൈറ്റ് അത്രേ ഉള്ളൂ? ഹൈറ്റ് എത്രയല്ല, അതൊരു മറ്റേ ഡ്രോപ്പിന്റെ പോലെ ഉണ്ടാവും, ടിയർ ഡ്രോപ്പ് പോലെ. അത് നമുക്ക് ഫുൾ താത്തിയാൽ ഇങ്ങനെ പൂട്ടി വരികയും ചെയ്യും. പൊന്തിക്കുകയും ചെയ്യാം. അത്രേ മാക്സിമം അത്രേ പോകാൻ പറ്റുള്ളൂ? അല്ല, കുറച്ചും കൂടെ മേലെ പോകും. പക്ഷെ നമുക്കത് ഒന്നെങ്കിലും പാരലൽ ആയിട്ട് അല്ലെങ്കിൽ താഴോട്ടല്ലേ വേണ്ടി വരും മെയിനായിട്ട്. ഇനിയും മേലോട്ട് ആക്കേണ്ടി വരില്ലല്ലോ. ഓക്കെ ഓക്കെ, ഗുഡ്. മെയിനായിട്ട് ലാപ്ടോപ്പ് സ്റ്റാൻഡ് നോക്കുമ്പോൾ ഫാൻ വെച്ച് ഡിസൈൻ ചെയ്യാൻ നോക്കണം കേട്ടോ. അടിയിൽ
വെച്ചാൽ ഹീറ്റ് ഉണ്ടാവും എപ്പോഴും. ആ ഹീറ്റ് കൊണ്ട് പോകുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഡിസൈൻ. ഓക്കെ, ദെൻ സാർ റാസി അതെൻ്റെ ഉണ്ട് സാർ, കംപ്ലീറ്റ് ആക്കി. ഇതിനാ ഓക്കെ. ഓക്കെ, ക്ലിയർ ആയിട്ടില്ല, ഒന്ന് ഫോക്കസ് ചെയ്യോ. സാർ ഇപ്പം ആ സാർ ഇത് നമുക്കിപ്പം നമ്മളെ ടേബിൾ ബെഡിലൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. 2 ലെഗ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് അതിന്റെ ടേബിൾ ടോപ്പ്. ടോപ്പില് നമുക്ക് ലാപ്പിന്റെ അകത്ത് അനുസരിച്ച് ലാപ്ടോപ്പിന്റെ അതേ സൈസ് അനുസരിച്ചിട്ട് ഒരു ഫാൻ കംപ്ലീറ്റ് വെക്കാൻ പറ്റും. അത് ഒന്നെങ്കിൽ നമ്മളെ ചാർജിങ് പോർട്ട് ഇല്ല, നമ്മളിപ്പോ സപ്പോസ് ലാപ്പ് കണക്ട് ചെയ്യണമെങ്കിൽ എക്സ്റ്റൻഷൻ കേബിൾ വരുന്നുണ്ടെങ്കിൽ അതിൽ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ വെന്റ് ഉള്ളത് കേബിൾ ഒക്കെ ഉണ്ടാവില്ല സാർ കണക്ട് ചെയ്യുമ്പോൾ, അപ്പം അത് ഇതുവഴി എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് വെന്റ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ലെഗ്സ് ബാക്ക് സൈഡ്. ഓക്കെ, ലെഗ്സ് ഫോൾഡബിൾ ആണ്. ഓക്കെ, ആ സാർ. ഗുഡ്. ഓക്കെ, പിന്നെ ഈ ഫാനിൻ്റെത് എനിക്ക് തോന്നുന്നു മൂവബിൾ ടൈപ്പിൽ വെച്ചോ, നമുക്ക് അഡ്ജസ്റ്റബിൾ ടൈപ്പിൽ. ലാപ്ടോപ്പ് ഏത് സൈസ് വേണമെങ്കിലും വെക്കാമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്ന ടൈപ്പിൽ വെച്ചോ. ഓക്കെ സാർ. ഓക്കെ, ഗുഡ്. ദെൻ വേറെ ഋഷികേഷ്. ശിഷ്കാജ്. തേജൽ. തുളസി. തുളസി ഉണ്ടോ ഓൺലൈനിൽ? തുളസി കൊണ്ട് മൈക്ക് ഓൺ ചെയ്യോ? ഓക്കെ.